ബാബു ബയാനി ഖൗലിൻ നഹി അനിൽ മുങ്കർ. അന്നഹിയു അനിൽ മുങ്കർ ആണെന്നതിൽ പറയുന്ന പാഠം എന്താണ് മിനൽ ഈമാൻ എന്നതിലും വന്നൽ ഈമാന യസീദു വയൻഖുസു ഈമാൻ ഏറും ഈമാൻ ചുരുങ്ങും, ഈമാന്റെ ഖിസാലുകൾ, ഈമാന്റെ ഖനം, അല്ലാതെ ഈമാൻ എന്നത് അർത്ഥമില്ല. മനസ്സിലായില്ല? ഈമാനാൽ വരുന്ന അസറുകൾ ഏറുമെന്നാണ് അതിന്റെ അർത്ഥം വെച്ച് കൊടുത്തത്. അന്നൽ ഈമാൻ യസീദു വയൻഖുസു അന്നൽ ലാഹിർ അനുസരിച്ച് അങ്ങനെ പറയാം. സാദത്തുഹും ഈമാൻ എന്നല്ല പറയാം. മനസ്സിലായില്ല? വയൻഖുസു അന്നൽ അംറ ബിൽ മഅറൂഫി വന്നഹിയ അനിൽ മുൻകരി വാജിബാനി. കൗനുൻ നഹിയ അനിൽ മുൻകർ മിനൽ ഈമാൻ, അതിനു പുറമേ അംറും ബിൽ മഅറൂഫും നഹിയുൻ അനിൽ മുൻകറും അത് വാജിബാനി എന്നതിലും. വാജിബാനി എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഹദീസിൽ നിന്നും അത് വാജിബാണെന്ന് കിട്ടും. ഇന്നേനർത്ഥമുള്ളൂ. വാജിബാകണമെങ്കിൽ അംറിന്റെ സീഗയിട്ട് പറയണം, അൽ അംറുൽ വുജൂബി എന്ന് പറയണം. തിരിഞ്ഞോ? حدثنا أبو بكر بن أبي شيبة قال حدثنا بقيع عن سفيان رضي الله تعالى عنه وحدثنا سفيان حدثنا بقيع عن سفيان وحدثنا محمد بن مسنى حدثنا محمد بن جعفر حدثنا شعبة كلاهما عن قيس بن مسلم عن طارق بن شهاب وهذا حديث أبي بكر قال أول من بدأ بالخطبة يوم العيد قبل الصلاة. മർവാനു ഖുത്തുബ കൊണ്ട് തുടങ്ങിയവരിൽ വെച്ച് ആദ്യത്തെ ആള് എന്ന് പെരുന്നാൾ ദിവസത്തിൽ എപ്പ തുടങ്ങി ഖബല സ്വലാ, സലാത്തിന് മുമ്പ് തുടങ്ങിയത് മർവാനുമാണ്. മർവാൻ എന്ന് പറയുന്ന ആളാ. നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൾക്കാർ എഴുന്നേറ്റും പോകും മർവാന്റെ ഈ ചറുവറുപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് മർവാൻ ഒരു അടവെടുത്തു, ആദ്യം പ്രസംഗിക്കും. അപ്പൊ ആൾക്കാർ ഇരിക്കുമല്ലോ, ഇപ്പോഴത്തെ കത്തിയമാരി നടക്കും. മനസ്സിലായില്ല? അങ്ങനെ ഒരു ബിദ്അത്തിന്റെ തുടക്കം ചെയ്തത് ഈ മർവാൻ ബിൻ ഹക്കം എന്ന് പറയുന്ന ചങ്ങായിയാണ്. അപ്പൊ എന്ത് ചെയ്തു? സഹാബത്തല്ലേ ഉണ്ടാതങ്ങനെ കുത്തിരിക്കും. ഫഖാമയിലേക്ക് റജുലു, ഒരാൾ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. ഫഖാല അസ്സലാത്തു ഖബലൽ ഖുത്ബ. ഉണ്ടോ? ഖുത്ബയ്ക്ക് മുമ്പ് സലാത്ത്. അങ്ങനെ ഇവിടെ ഉള്ളത്. മോളാരോ സലാത്തിന് മുമ്പ് ഖുത്ബ. പെരുന്നാൾ ദിവസമല്ലേ? പെരുന്നാൾ ദിവസം വരിക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, പിന്നെ മെമ്പർ കയറണം. ഇതെന്തോ കാണിച്ചു? ഫഖാല അണ്ടാ ഖത്തുരിക്ക മാഹുനാലിക്ക. അത് അവിടെയുള്ളതൊക്കെ ഇപ്പൊ തർക്ക് ചെയ്യപ്പെട്ടു. അതൊക്കെ പണ്ടേ കാലം, ഇത് ഈ കാലം. എന്താ റസൂലുള്ളാഹിന്റെ ഒരു ചര്യയ്ക്ക് പറയുന്ന വർത്താനങ്ങൾ, അതൊക്കെ പണ്ടേ. ഏട്ടാ فقال أبو سعيد رضي الله عنه പറഞ്ഞു, أما هذا ഈ റജുൽ فقد قضى ما عليه, അയാളുടെ മേൽ ബാധ്യത ആയതിനെ അയാൾ വീട്ടി. കാരണം പറയാൻ, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ എന്ന് അബൂ സഈദ് റളിയല്ലാഹു അൻഹു
ഈ പറഞ്ഞ റജലിനെ പറ്റി പറയുകയും ചെയ്യുന്നു. തിരിഞ്ഞ തിരിഞ്ഞില്ല. അല്ലാഹ് മുൻകറായൊരു വിഷയം കാണുകയാണ് എങ്കിൽ മൻ വല്ലൊരുത്തനും റആവൻ കണ്ടു അറിഞ്ഞു മുത്തഅല്ലിമീങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് മുദർരിസ് ഭാവിച്ചു. അങ്ങനെ എല്ലാം ആ റഅയിൽ കൊടുക്കാം. അതിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ ചാൻസും പറയാം. റുഇയത്ത് മാത്രം പറയണ്ട. റഅയ്ക്ക് അലിമയുടെ മേനെ പഠിച്ചവരാണ് നമ്മൾ. മനസ്സിലായില്ല? ഇനി സ്വപ്നം കണ്ടാലും അതിനെയും പറയാം. മനസ്സിലായില്ല? ഞാൻ എന്നെ പറ്റി ഇങ്ങനെ കണ്ടുകൊണ്ട് കേട്ടോ പറഞ്ഞു. അപ്പോൾ അവൻ വളരട്ടെ. എന്നോട് ശൈഖുന പറഞ്ഞു, ഞാനിങ്ങനെ ഒന്ന് കണ്ടല്ലോ, എന്തൊക്കെ ചെയ്യാം. എങ്ങനെ അറിഞ്ഞതറിയില്ല. അല്ലാഹു ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞു വിളിച്ചിട്ട്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. അണ്ടാ, കൈകൊണ്ട് പിടിച്ചു മാറ്റട്ടെ. അതാ ഒന്നാമത്തത്. കൈകൊണ്ട് തന്നെ പിടിച്ചു മാറ്റാൻ നമുക്ക് അധികാരമുണ്ടെങ്കിൽ അധികാരമുള്ളിടത്തേക്ക് അത് ചെയ്യാം. അത് ചെയ്യരുത് മോനെ, അത് ചെയ്യാൻ പാടില്ല. പിടിച്ചു മാറ്റാം. അധികാരം ഉണ്ടെങ്കിലും അധികാരമുണ്ട്, സൗകര്യപ്പെട്ടു, അത് പിടിച്ചു മാറ്റണം. നല്ലതല്ലേ? അപ്പോൾ ഒന്നാമത്തെ മർത്തബയിൽ നമ്മൾ പെട്ടു. നഹീനൽ മുൻകറിന്റെ ഒന്നാമത്തെ മർത്തബയിൽ പെട്ടു. കൈ കൊണ്ട് പിടിച്ചോണ്ടവനെ മാറ്റിക്കൊണ്ട് കൈയില്ല മെസ്തത്ത് കഴിവാകുന്നില്ല. അവൻ കുറേ ദൂരമുള്ളത്. അല്ലെങ്കിൽ പിടിക്കാൻ ചെന്നാൽ നമുക്ക് തടിക്ക് കേട് പറ്റും, അല്ലെങ്കിൽ നമ്മളെ ദീനിന് കേട് പറ്റും. ബിലിസാനി ഫബിലിസാനി വൈല്ല മെസ്തത്ത് പറഞ്ഞാലൊന്നും അങ്ങോട്ട് എറിക്കില്ലെങ്കിൽ എന്തെങ്കിലും എന്താ ചെയ്യാ? അല്ലാഹ് നന്നാക്ക്. ഫബി ഖൽബിഹി അല്ല വദാലിക അദ്വഅഫുൽ ഈമാൻ. ഇപ്പറഞ്ഞു ആ മർത്തബയിൽ എത്തിച്ചു നമ്മളെല്ലാം. അതുകൊണ്ട് നമ്മളെ ഈമാനൊന്നായി പോയി. അങ്ങനെ പള്ളിയിൽ മുസ്ലിംമാരിപ്പം അങ്ങനെയല്ലേ എല്ലാം? മനസ്സിലായ? എല്ലാ മൈലാമാരും അങ്ങനെ തന്നെയല്ലേ? അദ്വഅഫുൽ ഈമാന്റെ ആൾക്കാരെ എന്തോ قال القاضي عياض رحمه الله اقترب بهذا وقع هنا ما نراه. ഉണ്ടാ وقيل أول من بدأ بالخطبة قبل الصلاة عثمان بن عفان. അങ്ങനെ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ പറയുന്നത് ഏത് ഖുത്ബയാണ്? പെരുന്നാൾ ഖുത്ബയോടെ പറയുന്നത്. ഇവർ ഈ കീലക്കാർ പറയുന്നത് ഖീല ഉമർ ഇബ്നു ഖത്താബ് ലമ്മ റഅ അന്നാസ, ജനങ്ങളൊക്കെ പോകുന്നുണ്ടപ്പോഴേ യദ്ഹബൂന ഇൻദ തമാമി സ്വലാ വലാ യന്തദിറു ഖുത്ബ. ബാറ്റിങ്ങൊക്കെ ഒരു സുന്നത്ത് കിട്ടുന്നേ കിട്ടിക്കോട്ടെ. ഖുത്ബയൊക്കെ സുന്നത്താണ്. അതുകൊണ്ട് ആദ്യം ചെയ്തേക്കുന്നു. ഖീല ബൽ യുദ്രിക സ്വലാത്ത്. അങ്ങനെയാണ് പ്രസംഗിച്ചൊക്കെ നിൽക്കുമ്പോൾ പൊട്ടിയും തെറ്റിയൊക്കെ ഇങ്ങനെ താമസിച്ച് കയറി വരുമല്ലോ. നമ്മൾക്ക് നിസ്കാരം കിട്ടിക്കോട്ടെ, അത് നമുക്ക് ഇച്ചിരി പറഞ്ഞു നോക്കാം. അങ്ങനെയാണ് ഓരോരുത്തർ ചെയ്തതേ വെറുതെ അങ്ങ് ചെയ്തതല്ല, എതിര് ചെയ്യുക മത്സരം ചെയ്തതല്ല. ഇങ്ങനെയൊക്കെ ചില നന്മകൾ എന്നോട് ചെയ്തതാണ്. منزله وقيل أول من فعله معاوية وقيل فعله ابن الزبير. والذي ثبت عن النبي صلى الله عليه وسلم وأبي بكر وعمر وعثمان وعلي رضي الله عنهم تقديم الصلاة لا وعليه جماعة فقهاء الأمصار. എല്ലാ ലോകരാജ്യങ്ങളിലുള്ള പട്ടണങ്ങളിലുള്ള എല്ലാവരും, മിസ്റിൽ മാത്രമല്ല, അംസ്വാർ ഏടാ വഖദ് അദ്ദഹു എന്നല്ല, ഇങ്ങനെയാണെന്നാണ് ഇജ്മാഅ്. വഖദ് അദ്ദഹു ബഅദുഹും ഇജ്മാഅൻ അല്ല യഅനി വല്ലാഹു അലം ബഅദൽ ഖിലാഫ്.
പറഞ്ഞ ഖിലാഫിന് ശേഷം പിന്നെ ഇജ്മാവില്ലല്ലോ. അവലം യൽതഫത്ത് ഇലാ ഖിലാഫി ബനി ഉമയ്യ ബഅദ ഇജ്മാഇൽ ഖുലഫ. ബനി ഉമയ്യക്കാർ പലതും കാട്ടിക്കൂട്ടി. ഇവിടെ പണ്ഡിതന്മാർ ഖിലാഫ് ഇജ്മാ ചെയ്തതിന് ഇനിയിപ്പോൾ അവർ കാട്ടിക്കൂട്ടി അവിടെ പരവണിക്ക് കൊടുക്കപ്പെടും എന്ന്. അമ്മാ ഹാദാ ഫഖദ് ഖല്ലാ മാ അലൈഹി ബയ്യനഹു അയ്ദൻ ഇഹ്തിജാജു ബിഖൗലി സമിഅ്തു റസൂലല്ലാഹ് മൻ റഅ മിൻകും മുൻകറൻ. കണ്ടാ ഫല്യുഗയ്യിറുഹു. في هذا دليل على أنه لم يعمل به خليفة قبل مروان. لا أبو أنما حكي أن عمر وعثمان ومعاوية لا يسع. ആദ്യം ഉണ്ടാക്കുന്നത് മർവാൻ എന്നല്ലേ അതിനകത്ത് ഇപ്പോൾ കണ്ടത്. അപ്പോൾ മനസ്സിലായില്ലേ നേരത്തെ പറഞ്ഞ ഖിലാഫ് എന്തല്ല സഹിയായ ഖിലാഫ് അല്ല എന്ന് മനസ്സിലായി. മറ്റാളാണ് ഉണ്ടാകുക, മറ്റേ സഹാബിയൊക്കെ പറഞ്ഞില്ലേ എന്ന് മഹാനായ അത് യുഖാലു കൈഫ തഅഖറ അബൂ സഈദ് അൻ ഇൻകാരി ഹാദൽ മുൻകർ. കണ്ടോ അബൂ സഈദ് തങ്ങൾ മജ്ലിസിലുണ്ടായിരിക്കവേ എന്തേ അവർ മിണ്ടാതിരുന്നത്? ഈ ആള് കയറിപ്പോയി പറഞ്ഞെന്താ മനസ്സിലായോ? ഹത്താ സബഖഹു ഇലൈഹി ഹാദർ റജുൽ ജവാബുഹു അന്നഹു യഹ്തമിലു അന്ന അബാ സഈദ് ലം യകുൻ ഹാദിറൻ. എപ്പോഴ് അവലമാ ശറഅ മർവാനു ഫി അസ്ബാബി തഖ്ദീമിൽ ഖുതുബ ഫഅൻകറ അലൈഹി അർറജുലു ثم دخل അബൂ സഈദ്. എന്നിട്ടോ വഹുമാ ഫിൽ കലാം. കേട്ടാ അവർ വരുമ്പം തന്നെ ഇവർ രണ്ടുപേരും സംസാരത്തില്ല. വയഹ്തമിലു അന്ന അബാ സഈദ് ഹാദിറൻ മിനൽ അവ്വൽ ലകിന്നഹു ഖാഫ അലാ നഫ്സിഹി ഔ ഗൈരിഹി ഹുസൂല ഫിത്നത്തിൻ ബിസബബി ഇൻകാരിഹി ഫസഖത അൻഹുൽ ഇൻകാറു. ഖൗഫുൻ നഫ്സ് ഉണ്ടെങ്കിലേ മനസ്സിലായില്ല, അല്ലെ ഫിത്ന ഉണ്ടാവുന്നുണ്ടല്ലേ. വലം യഖഫ് ദാലിക റജുലു ചെയ്യാൻ. എന്നാ പിന്നെ അയാൾ എന്ത് അങ്ങനെ കട്ടിയെന്ന് ചോദിക്കുമല്ലോ. അയാൾക്ക് അങ്ങനെ പേടിയില്ല. പേടിയില്ലാത്തതോ അയാളെ വല്ലവരും വല്ല അയാളെ കുടുംബക്കാരെല്ലാം കൂടെ തിരിയും. മനസ്സിലായില്ല? തെളിഞ്ഞാ എഴുത്തിലാദിഹി ബി ളുഹൂരി അശീറത്തിഹി. അവൻ്റെ കുടുംബാദികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞാലും കുഴപ്പം വരത്തില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില നാട്ടിൽ ചെറുക്കം കയറി എന്നൊക്കെ പറയും. ചിലപ്പോൾ വേറെയൊക്കെ വയസ്സന്മാരും കണ്ടാലും അവനൊരു ധൈര്യത്തിൽ കയറി പറഞ്ഞാൽ, കാരണം അവൻ്റെ കൊച്ചാപ്പം കുത്താപ്പാരെല്ലാം ഇവിടെ ഉണ്ട്, അവരെല്ലാം നോക്കിക്കോളും. അങ്ങനെ പറഞ്ഞതായിരിക്കും ആ റജുല്. ഇത്തിമാലെ കൊണ്ടുവരാനോ ഔ ഒരു താലിക്ക ഔ അന്നഹു ഖാഫ വഖാതറ ബിനഫ്സിഹി ഫദാലിക ജായിസുൻ ഫി മിസ്ലി ഹാദ എന്നല്ല ബൽ മുസ്തഹബ്. കേട്ടാ വയഹ്തമിലു തിരിഞ്ഞോ അന്ന അബാ സഈദിൻ ഹമ്മ ബിൽ ഇൻകാർ. അബൂ സഈദ് നിങ്ങൾ എഴുന്നേറ്റാ വെച്ചിട്ട് തുപ്പാൻ മുട്ടി അങ്ങോട്ട് പോയപ്പോൾ ഈ ചെറുക്കൻ ചാടി ഇങ്ങനെ പറഞ്ഞു ഫബദറഹുർ റജുലു. അതായത് അർത്ഥം കണ്ടാ. അങ്ങനെ പറഞ്ഞപ്പോൾ ഫഅദ്ദഹു അബൂ സഈദ്. അപ്പോൾ അബൂ സഈദ് അയാൾക്ക് എന്ത് ചെയ്തു? മനസ്സിലായില്ല, തുണയായി. അത് തന്നെ അറിയണം. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ثم إنه جاء في الحديث الآخر الذي اتفق البخاري ومسلم رضي الله عنهما على إخراجه في باب. അങ്ങനെ അബൂ സഈദ് തങ്ങൾ ഹുവല്ലദീ ജദബ ബിയദി മർവാന ഹീന റഹാഉ യസ്അദുൽ മിൻബറ. കണ്ടാ വകാന ജാഅ മഅൻ فرد عليه مروان بمثل ما رد هنا على الرجل. രണ്ട് ഖളിയാന്ന് ചോദിച്ചത്. فيعتمد أنهما قضيتان إحداهما لأبي سعيد والأخرى للرجل بحضرة أبي سعيد. അങ്ങനെ പറയാം. രണ്ട് രംഗത്തിലാണുള്ളത്, അങ്ങനെ പറയാലോ. فقد قضى ما عليه ففي تصريح بالإنكار أيضا من أبي سعيد فليغيره هو أمر إيجاب بإجماع الأمة. هذا واجب لنا.
وقد تطابق على وجوب الأمر بالمعروف والنهي عن المنكر الكتاب والسنة وإجماع الأمة وهو أيضا من النصيحة التي هو الدين والنصيحة فلم يخالف في ذلك إلا بعض الروافض പക്ഷേ അവരങ്ങനെ പറയാന്നല്ല നമുക്കെന്താണ് ولا يعتد بخلافه كما قال الإمام أبو المعالي إمام الحرمين لا يكترث بخلافهم في هذا അവരുടെ ഖിലാഫ് അതിനകത്ത് പല തിരി നിങ്ങൾക്ക് വേറെ പണിയില്ലേ അതിനർത്ഥം فقد أجمع المسلمون عليه قبل أن ينبغي قبل ഹാവുലായി ഈ കൂട്ടർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുസ്ലിമീങ്ങൾ എന്തായിപ്പെട്ടു എമ്പുകാന്നങ്ങ് നബക എമ്പുക وجوبه بالشرع لا بالعقل هنا خلافا للمعتزلة وما قوله تعالى عليكم أنفسكم لا يضركم من ضل إذا اهتديتم എന്നുണ്ടല്ലോ നിങ്ങളെ പാടുക നിങ്ങളെ നഫ്സിനെ വിഷയമാക്കി നന്നല്ല നിങ്ങളെ എന്ത് ചെയ്യില്ല വെറു ചെയ്യുകയില്ല നിങ്ങൾ നല്ലവരായാലും എന്നൊരു ആയത്തുണ്ട് അതൊന്നും ഇതിന് തെളിവാകും അയാൾക്കൊരു ഇഷ്കാലമായില്ലെന്നില്ല വേണ്ട അലൈക്കും അംഫുസക്കും എന്നുള്ളത് അതിനകത്ത് തന്നെ ഇല്ലാൻ പറ്റില്ല فليس مخالفا لما ذكرناه لأن المذهب الصحيح عند المحققين في معنى الآية أنكم إذا فعلتم ما كلفتم به فلا يضركم تقصير غيركم അല്ല നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട നിങ്ങൾ ചെയ്തോളി നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതല്ല നഹീനൽ മുൻകർ പിന്നെ പൊതു അല്ല فإذا كان كذلك فمما كلف به الأمر بالمعروف والنهي عن المنكر فإذا فعله فلم يمتثل المخاطب ولا اعتبر بعد ذلك على الفاعل لكونه أدام عليه فإنما عليه الأمر والنهي للقبول പിന്നെ ثم إن الأمر بالمعروف والنهي عن المنكر فرض كفاية إذا قام به بعض الناس سقط الحرج عن باقين إذا تركه الجميع أثم كل من تمكن منه بلا عذر ولا خوف ثم إنه قد يتعين كما إذا كان في موضع لا يعلم به إلا هو فرض عينه മനസ്സിലായില്ല കാരണം എന്താ അറിയാന്ന് ഞാനേ ഉള്ളൂ വേറെ ആരുമില്ല ولا يتمكن من إزالته إلا هو അടക്ക ഫർദ ഐനാവും പറഞ്ഞാ وكمن يرى زوجته وولده وغلامه على منكر أو تقصير في المعروف അങ്ങനെ കാണുമ്പോൾ ആണല്ല വേറെ എല്ലാം ചെയ്യാൻ പറ്റോടെ തിരിഞ്ഞോ അപ്പൊ അവന് ഫർദ് ഐനായി എന്ന് قال العلماء رضي الله عنهم لا يسقط عن المكلف ഒരു മുക്കല്ലഫിനെ തൊട്ട് സാഖിത്തല്ല എന്ത് അൽ-അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ ലികൗനിഹി ലാ യുഫീദു ഫീ ദന്നിഹി ബൽ യജിബു അലൈഹി ഫിഅലുഹു ഇല്ല അവന്റെ നന്നിൽ അവനിങ്ങനെ ഭാവിക്കുക പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആരും കേൾക്കില്ല ആരും അനുസരിക്കില്ല അനുസരിപ്പിക്കാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞോ പറയാനല്ലേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പറയാതിരിക്കണ്ട പറയട്ടെ അങ്ങോട്ടല്ല നമുക്ക് ചില എന്തിനാണെന്ന് പറയുന്നത് ആരും കേൾക്കണ്ട ഇതൊക്കെ അങ്ങനല്ല ആരും കേൾക്കണം ആരെങ്കിലും കേൾക്കണ്ടെന്ന് കൂടെ പറഞ്ഞിട്ടില്ലല്ലോ എന്നോട് പറഞ്ഞെന്തോ അമ്രുബിൽ മഅറൂഫ് അത് നീ ചെയ്തോണ്ടിരിക്കണം മനസ്സിലായില്ല അവനങ്ങനെ തന്നെ ചെയ്യാണ് ഞാൻ പറഞ്ഞാലിനോട്ട് വില പോകുന്ന സാധ്യത അതൊക്കെ തന്നെ ആര് പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യില്ല അങ്ങനെ തന്നെ ചെയ്താൽ പിന്നെ ശൈത്താൻ അങ്ങനെ കൊണ്ടുപോകും അയാൾ നിങ്ങളെ ജോലിയൊക്കെ അങ്ങനൊന്നുമില്ല നമ്മളെ പറയാൻ ഏൽപ്പിക്കപ്പെട്ടവരാ മനസ്സിലായോ നമ്മൾ പറയണം പ്രവർത്തിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരാ നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തനത്തിന് ഫലം തരുന്ന അല്ലാഹുവില്ലയോ മനസ്സിലായില്ല വയലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് വയലൊക്കെ മാറ്റി നിർത്തിക്കുക അങ്ങനെയാണോ അങ്ങനല്ല ഫദക്കിർ ഓർമ്മപ്പെടുത്തണം ഓർമ്മപ്പെടുത്ത മുഅ്മിനീങ്ങൾക്ക് പ്രയോജനം അല്ലാഹു തആല പറഞ്ഞാല്
അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ലേ മനസ്സിലാക്കുക അമീനായ മുഅ്മിനീങ്ങളല്ലായിരിക്കും അവര്. മനസ്സിലായില്ല? തിരിഞ്ഞോ? നമ്മള് ചെയ്യേണ്ടുള്ളത് ചെയ്യണം. പിന്നെ നമ്മള് പറയൊക്കെ മറ്റേ അതൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ തഖൂലൂന മാ ലാ തഫ്അലൂൻ, അതൊക്കെ ഇതിനകത്ത് പെടണം. വെറും വയതായിട്ട് പിന്നെ പതിനാ വയസ്സ് പറഞ്ഞിട്ട് സുബഹിക്കരിക്കാണെന്ന് തുടങ്ങിയാൽ പിന്നെ ആ വയതിനൊന്നും ഫലം ഉണ്ടാവില്ല. മനസ്സിലായി? നമ്മൾ എന്ത് ചെയ്യുന്ന ആമിർ എന്താണ്? മഅ്മൂറാണ് ആദ്യം ഇംതിസാലിൽ അമ്ര ആദ്യം ചെയ്തിട്ട് വേണം അമർ ചെയ്യാൻ. അതല്ലേ ഇനിയിപ്പോ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അമ്ര തീർച്ചയായും വെക്കണ്ട. ഏട്ടാ അമ്ര ചെയ്യുന്നതിന് പൈസ മേടിക്കാൻ പറ്റില്ലെന്ന് പിന്നെ വേറെ കാര്യമാണ്. അത് ഖദ്ദംന അന്നല്ലദീ അലൈഹിൽ അംറു വനഹ്യു അനിൽ ഖബൂൽ. കണ്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞോണ്ടതൊക്കെ അവന്റെ മേലുള്ളത് അമ്റുൻ നഹിയാണ്. പിന്നെന്തല്ല, സ്വീകരിച്ചോ ഇല്ല അതവൻ നോക്കേണ്ട കാര്യമില്ല. കമാ ഖാല അല്ലാഹു തആല വമാ അലർ റസൂലി ഇല്ലൽ ബലാഗ്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇബ്ലാഗേ ഉള്ളൂ. മറ്റവരനുസരിച്ചണോ അനുസരിച്ചില്ലേ നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ല? അപ്പൊ ഇനിയിപ്പോ എല്ലാവരും കേൾക്കത്തില്ല, അതുകൊണ്ട് പൂട്ടി കെട്ടി വിട്ടിരിക്കാന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനൊന്നുമില്ല. അത് ഖിയാമത്ത് നാൾ വരുന്നുണ്ടാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് യൻഹൗന അനിൽ ബൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ്. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണമെന്നാണ്. മനസ്സിലായേ? മസലൽ ഉലമാഉ ഹാദാ, ഇവനെയൊക്കെ മിസാലാക്കിയത് ആരോടാണെന്ന്? ഇവൻ ഒരാളാണ്. ഏറെ അവൻ കാണുകയാണ് ഇൻസാന് മനുഷ്യനെ പിന്നെ മാമിയ വൈരി മക്സൂഫ ബഅദിൽ ഔറത്ത്. ഇവനെ വിതാലിക്കാം തുറന്നിട്ടോണ്ടിരിക്കുന്നതിനെ പോലെ നീയും ഇത് കണ്ടിട്ട് പറയാനത് മനസ്സിലായില്ല? അവർക്ക് മറ്റൊരു കാണാൻ പാടില്ലല്ലോ. അതേപോലെ നീ കാലലുലമാവും ഫലാ യുസ്തറത്തു ഫിൽ ആമിരി. കണ്ടാ, ഫലാ യുസ്തറത്തു ഫിൽ ആമിരി വന്നാഹി അയ്യകുന കാമിലൽ ഹാൽ. കണ്ടാ, മുംതസിലൻ മാ യഅ്മുറു ബിഹി മുജ്തനിബൻ മാ യൻഹാൻ. അങ്ങനൊന്നുമില്ല. ഞാനത് ചെയ്യുന്നതിനോടുകൂടെ എനിക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യരുതെന്ന് പറയാം. മനസ്സിലായില്ല? ഞാൻ ചെയ്യാത്തതിനോടുകൂടെ എനിക്ക് എന്ത് പറയാം? അത് ചെയ്യണമെന്ന് പറയാം. അതിൽ കാമിലത്തിന് ഷർത്തൊന്നുമില്ല. ഞാനൊരു കാര്യം അമ്ര ചെയ്യണമെങ്കിൽ ആ കാര്യം കൊണ്ട് ഞാൻ എന്താകണം? മുത്തസിഫാകണം, മുംതസിലാകണം, കമാലിയത്ത് ചെയ്യണം എന്നിട്ടേ പറയാവൂ. അങ്ങനൊന്നുമില്ല. അവൻ ഷർത്തൊന്നുമില്ല. മനസ്സിലായോ? അവൻ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, അതൊക്കെ ഒരു തഹ്ദീദ്. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. മനസ്സിലായില്ല? ഇനിയിപ്പോ അങ്ങനെ ഇല്ലാതെ കൊണ്ട് അമർ ചെയ്യേണ്ടെന്ന് വരില്ല. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അതിന്റെ പരിപൂർണത എന്നേ അതിന് മാനയുള്ളൂ. അല്ലാതെ എന്തില്ല, ഞാൻ എന്തായാലും നിക്കരിക്കുന്നില്ല അതുകൊണ്ട് അവനെ കൊണ്ട് നിക്കരിക്കണോ ഞാൻ അവനോട് പറയണ്ട, അങ്ങനില്ല. അങ്ങനെ വിചാരിക്കില്ല. മനസ്സിലായില്ല? വല്ലലൈഹിൽ അംറു വഇൻ കാന മുഖില്ലം ബിമാ യഅ്മുറു ബിഹി. അവൻ ഏന്നുകൊണ്ട് കൽപ്പിക്കുന്നു ആ കാര്യത്തിൽ അവൻ ഇടർച്ച വരുത്തുന്നവനായാൽ തന്നെയും അവൻ കൽപ്പിച്ചു. കണ്ടോ? വന്നഹിയു വഇൻ കാന മുൽതബിസൻ ബിമാ യൻഹാനഹു ഫഇന്നഹു യജിബു അലൈഹി ശൈആനി. ഒന്ന് അൻ യഅ്മുറ നഫ്സഹു വയൻഹാ വയഅ്മുറ ഗൈറഹു വയൻഹാ. ഫഇദാ അഖല്ല ബിഅദീമ കൈഫ യുബഅു ലഹു ലിഖ്ലാൽ ബിൽആഖർ. അവന്റെ നഫ്സിന്റെ മേൽ രണ്ട് കാര്യം നിർബന്ധം. എന്താ രണ്ട് കാര്യം? ഒന്ന്, സ്വന്തം നഫ്സിനോട് കൽപ്പിച്ച് ആ സ്വന്തം നഫ്സിനോട് നിരോധനം നടത്തുക. മറ്റൊന്ന്, മറ്റൊരാളോട് കൽപ്പിക്കുന്നു, മറ്റൊരാളോട് നിരോധിക്കുന്നു. ഇത് രണ്ടും ഇജ്മാ ആയാലേ പറ്റുകയുള്ളൂ എന്നൊന്നും ഇല്ല. രണ്ടാൽ ഒന്നില്ലാതെ തന്നെ മറ്റേത് നടത്താം. ഞാൻ ഒരിനോട് കൽപ്പിക്കുന്നില്ല, നിരോധിക്കുന്നില്ല. ഞാൻ സ്വന്തം നിരോധാജ്ഞ അല്ല കൽപ്പന ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്ന്. മറ്റേ ഒരാളോട് പറയുന്നില്ല, ചെയ്യാനും പറയുന്നില്ല, ചെയ്യരുതെന്ന് പറയുന്നില്ല. ഞാനിതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യുന്നതുമില്ല, പറയുന്നതുമില്ല. ഞാൻ ചെയ്യേണ്ടുള്ള കാര്യം ചെയ്യുന്നുണ്ട്, നിരോധിച്ച കാര്യം ചെയ്യുന്നുമില്ല. അങ്ങനെ ഇരിക്കാം. ഇത് രണ്ടും കൂടെ സമ്മേളിച്ചാലേ മറ്റൊരാളോട് പറയാൻ പാടുള്ളൂ. അങ്ങനെയില്ല. ഉണ്ടോ? നാം മുസ്ലിം തങ്ങളുടെ അല്ല നബി തങ്ങളുടെ ആ പോക്കുണ്ടോ? തിരിഞ്ഞില്ല. അയ്യമുറ നഫ്സഹു ബിവന്നോ വയമുറ ഗൈറഹു വഇദാ അഖല്ല ബിഅദീമ കൈഫ യുബഅു ലഹു ലിഖ്ലാൽ ബിൽആഖർ. ഖാല ഉലമാ. കണ്ടാ, എന്നാ പിന്നെ ഇതിപ്പോ നഹീനൽ മുൻകറും പിന്നെ അംറു ബിൽ മഅറൂഫ് പള്ളിയിലെ മര്യാദക്ക് മാത്രമുള്ളതാണോ? അങ്ങനൊന്നുമില്ല. ആർക്കും ആരോടും നിരോധിക്കുകയും ചെയ്യാം, കൽപ്പിക്കുകയും ചെയ്യാം. കണ്ടാ,
قال الإمام الحرمي ألا ولا يختص الأمر بالمعروف والنهي عن المنكر بأصحاب الولايات لا بل ذلك جائز لأحد المسلمين لا هذا دليل قال الإمام الحرمين والدليل أنه إجماع المسلمين قال فإن غير الولاة في صدر الأول من قال قتنغلل والي الله تورم والعشر الذي يليه كان يأمرون الولاة بالمعروف അവർ വിലാത്തിനോട് കൽപ്പിച്ചിരുന്നു വയൻഹൗനഹും അനിൽ മുൻകരി മൻദറുടെ മഅ തഖ്ദീരിൽ മുസ്ലിമീന ഇയ്യാഹും വതർകി തൗബീഖിഹിം അല തശാഗുൽ ബിൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകരി മിൻ ഗൈരി വിലായത്തിൻ അതൊന്നും വന്നുള്ള ആൾക്കാർ ചെയ്തിട്ടില്ല. അപ്പോൾ മുഅ്മിനീങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാനു മനസ്സിലായില്ല, കാനു അവരങ്ങനെ ആയിരുന്നു അവരിങ്ങനെ ആയിരുന്നു, അത് ഇജ്മാന്റെ തെളിവാണ്. മനസ്സിലായില്ല.